നേരെ 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 നേരെ. നമ്മൾ മമ്മിക്കും പപ്പയ്ക്കും കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കണം ഒരു ദിവസം എന്നുള്ളത്. അതില്ലേ മമ്മി കേൾക്കണ്ട. ഇപ്പൊ ടേസ്റ്റ് കളഞ്ഞാ പിന്നെ എന്ത് വേണം? കുറെ പഞ്ചാര ഇട്ടത് വേണം, എന്നിട്ട് പ്രോട്ടീനും വേണം. എന്ത് വട്ടോരണ്ട എന്തൊക്കെ എത്തിച്ചിട്ടുണ്ട് ഒരു പ്രോട്ടീൻ ഞാൻ കുറച്ച് കയറ്റുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനിവിടെ സിപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു സിപ്പർ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് പ്രോട്ടീൻ കുടിക്കാനായിട്ട് വേണ്ടിയിട്ട്. സോ ഞാൻ ഇപ്പൊ കഴുകി കൊണ്ടുവന്നത് ഫുൾ പൊടിയായിരുന്നു. ആൻഷിയാലോ നനഞ്ഞിരിക്കണോണ്ടേ പെട്ടെന്ന് കട്ട പിടിക്കുമ്പോൾ നമുക്ക് ഈ പൊടി ഇട്ടലും വെള്ളം ഒഴിക്കണം. ഓക്കെ, അപ്പൊ ഞാനില്ലത് ഇതാണ് കേട്ടോ ഹോൾ ട്രൂത്തിൻ്റെ. ഇതിനകത്ത് 15 ഗ്രാം പ്രോട്ടീൻ അവർ പോയി കാണുന്നുണ്ടോ? ഈ അടിയിൽ താഴെ വേണം. ഓ മൈ ഗോഡ്, ലോട്ട്സ് ഓഫ് കമ്പാർട്ട്മെന്റ്സ്. കറണ്ട് പോയി, ഇനി ഇത് സ്ഥിരപ്പണിയാണ്. സ്മെല് നല്ലതാട്ടോ. ആക്ച്വലി ഇതിന്റെ നോർമൽ ചോക്ലേറ്റ് വെർഷൻ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, കാരണം അതിനകത്ത് പ്രോട്ടീൻ കൂടുതലാണ്. 25 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഇതിനകത്ത് ഇച്ചിരി റേറ്റ് കുറവാ, പ്രോട്ടീൻ കുറവാണ്. ഇത് റാഗി ബേസ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം എന്തായാലും അമ്പലത്തിൽ പോകും. അപ്പം തിരിച്ച് വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട് ഗൈസ്. ഇവിടെ ആകെ കടല മാത്രമുണ്ട്. തന്നോ നമ്മൾ മമ്മിക്കും പപ്പയ്ക്കും കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കണം ഒരു ദിവസം എന്നുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്കൊരു കാര്യം അറിയാൻ മതി, നമ്മുടെ പാരൻസ് ഇല്ല പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടരല്ല, അവരെ കാണിച്ച് വേണം പഠിപ്പിക്കാൻ. യെസ്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ വക വയ്ക്കൂല. കുറച്ച് വെള്ളമൊഴിച്ച്. പക്ഷേ അവരോടൊന്നും പറയാണ്ട് ഞാൻ കഴിക്കണതായിട്ട് അവർ കാണൂലേ, അപ്പം അവരൊരു ശ്രദ്ധിക്കും, എന്നിട്ട് എന്നെ കോപ്പി ചെയ്യും. അത് മതി, എങ്ങനെയാലും കഴിച്ചാൽ മതി. ഞാൻ അവരോടൊന്നും മിണ്ടില്ല. ഞാൻ ജസ്റ്റ് അവരുടെ മുമ്പിലെല്ലാം പർച്ചേസ് ചെയ്യും, എല്ലാം കുക്ക് ചെയ്യും, എല്ലാം കഴിക്കണതായിട്ട് കാണിക്കും. സോ ദാറ്റ് ഇതൊക്കെ അവരും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ലീക്കേജ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഇച്ചിരി തലവേദന എടുക്കുന്നു. ഞാൻ ഇരുന്ന് ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയി. ശരിക്കും ശരിക്കാം. ഓക്കെ, ചിയേഴ്സ്. ഓക്കെ, വളരെ പെയിൽ ആൻഡ് ചോക്ലേറ്റ്. പെയിൽ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായി, ടേസ്റ്റ്ലെസ് ചോക്ലേറ്റ്, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ഇത് ഫുള്ള് തീർന്നു. നൈസ്, ഇത് ഡിഫറെൻറ്റാണ്. ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, ബിക്കോസ് ഇത് മറ്റേനെക്കാട്ടും ഹാഫ് പ്രൈസാണ്. 15 ഗ്രാം പ്രോട്ടീനാണ്, ആൻഡ് മറ്റേത് 24 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ പോലും അതിന് റേറ്റ് ഉണ്ട്. ഇതിന് ഹാഫ് പ്രൈസ് ആയിരുന്നു, അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ വെച്ച് മേടിച്ചത്. കുഴപ്പമില്ല, നൈസ്, ഐ ലൈക്ക് ഇറ്റ്. അതിനകത്ത് വേറെ കോഫി ഫ്ലേവറും കൂടി ഉണ്ട് കേട്ടോ. രാവിലെ ഫ്രം കടല ഐ ഗോട്ട് ലൈക്ക് 10 to 12 ഗ്രാം, മേ ബി 15 ഗ്രാം, അത്രയും പ്രോട്ടീൻ. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അബൌട്ട് ഒരു 30 ഗ്രാം പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് സോ. ഇനി ബാക്കി ലഞ്ചിൽ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുള്ളൂ, കാരണം എൻ്റെ അടുത്ത് പ്രോട്ടീൻ സോഴ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ മേടിക്കാണ്. അപ്പോൾ നമുക്ക് രാത്രി ഏറെക്കുറെ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇപ്പം എന്തായാലും ഇന്നത്തേക്ക് മാത്രം നമുക്കൊരു 50 to 70 ഗ്രാം എത്തിക്കാൻ പറ്റും. യുനോ, അതർവൈസ് ഞാനൊരു 80 to 100 ഗ്രാം എന്തായാലും കൺസ്യൂം ചെയ്യാറുണ്ടായിരുന്നു എന്ന്. ഓക്കെ, നമുക്ക് പ്രോട്ടീൻ ബാർക്ക് ഇരിപ്പുണ്ട്, അതൊക്കെ എങ്ങനെയെങ്കിലും കഴിച്ച് ഇന്ന് എന്തായാലും സെറ്റാക്കാം. ബാക്കി നമുക്ക് ഇന്ന് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പണിക്ക് ഇരിക്കട്ടെ. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞ് നല്ല അടിപൊളി ലഞ്ച് ഉണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ഐ എം വെരി എക്സൈറ്റഡ്. സോ യെസ്, ഞാനിങ്ങനെ ഫ്ലോയിൽ ഫുൾ വ്ളോഗ് ചെയ്യും, എന്നിട്ട് ഞാൻ നോക്കും നമുക്ക് പാർട്സിൽ ഇടണോ, കാരണം ലെങ്ത് അനുസരിച്ച് ഇരിക്കുമല്ലോ. ഞാൻ ലോങ് വ്ളോഗ് ഇടുമ്പോൾ തന്നെ കമൻസിൽ നിങ്ങളുടെ ആക്രാന്തം കാണാറുണ്ട്. ശരി, അപ്പം ഞാൻ ജോലി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇനി ലഞ്ചിൽ വെച്ച് കാണാം. A few moments later. അതാ നോക്കട്ടെ, ഒരാൾ ഓരോ മാക്സി കാണിച്ചാൽ പുതിയ പുതിയ മാക്സി ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഓർക്കണില്ല ഏതാണ്. അച്ഛാ, എനിക്ക് ഓർമ്മയേ ഇല്ലായിരുന്നു കേട്ടാ. നമ്മള് മേടിച്ചിട്ടുണ്ടല്ലേ.
വൃന്ദാവനല്ലേ അതുണ്ടാവുമല്ലോ അമ്മ. ഗുഡിയ പിങ്കൻ ഒരു മാക്സി കാണിച്ചു തന്നാ. ഇതിന് മുമ്പുള്ള പർപ്പിള് കാണിച്ചു കൊടുക്കോ ഗൈസിന്. ആയ് ഉപ്പ് അങ്ങനെ മേടിച്ചാ നല്ല ഭംഗിയുണ്ട് ഇത്. റെഡ് ഉപ്പ് അവള് പറഞ്ഞ കിടപ്പണ്ട് കരിമ്പം പിടിച്ചിട്ട് ഇതുപോലത്തെ ഇരിക്കും ഏകദേശം. അതേ അടുത്ത് കളഞ്ഞു. പക്ഷെ ഓക്കെ ഗൈസ്, ഞാനൊരു 20 മിനിറ്റ് ഉറങ്ങിയിട്ടാ. കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ബെറ്റർ ഫീൽ ചെയ്യേണ്ട. നിങ്ങൾക്കറിയാം ഇവിടെ രാവിലെ മുതലേ കറണ്ട് പോയേക്കാണ് കേട്ടോ. ഇൻവെർട്ടർ ഉണ്ട്, അതിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് ഫാനും ലൈറ്റും ഒക്കെ യൂസ് ചെയ്യാം. ഇതൊരു ചൂടപ്പോ ഞാൻ എന്നിട്ട് വേർത്ത് ഞാൻ കുറച്ചേരം നാപ്പ് എടുത്തു. കാരണം എനിക്ക് വേറെ വൃത്തിയില്ലായിരുന്നു. ഞാൻ അതിൽ നിലത്താ കിടന്നത്. ടൈൽസ് ആകുമ്പോൾ കുറച്ച് തണുപ്പുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ താഴത്ത് ടൈൽസുമ്മ കിടന്നിട്ടാണ്. അപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് ഈ ഇത്രയും കൂടെ എണ്ണ ബാക്കിയോളൂട്ട കാണണ്ട. യെസ്, ഇതതെ. ഒരു പിന്നെ വെള്ളം ഓഫ് ചെയ്ത് ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് സീരീസിൽ ഓയിൽ ഷെയർ ചെയ്തില്ലായിരുന്നു. ഇതാണ് ഇത് ഇത്രയും കൂടി ഇനി ബാക്കിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മാജിക്കൽ ഓയിൽ വളരെ കുറച്ച് ഞാൻ യൂസ് ചെയ്യണമെന്നുള്ളത്. ഇത് ഉണ്ടാക്കിയ ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. പാത്രത്തിൻ്റെ കോലം കണ്ടപ്പോൾ മനസ്സിലായി. എനിക്ക് ആ ഇച്ചിരി മാത്രം നിർഗന്ധത്തിൽ ഒന്ന് തൊടാൻ മാത്രം കേട്ടോ. അതർവൈസ് എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്ക് ഒന്ന് മുടി കഴുകണം, ഡേർട്ടി ആയിട്ടിരിക്കുകയാണല്ലോ. ഓ തണുപ്പ് തരൂ. എന്തൊരു ചൂടാ ഗൈസ് ഇവിടെ. ഇത്രയും മരങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെ പറ്റൂ ചൂടിന് വരാൻ? പക്ഷെ ഇവിടെ നമുക്ക് ഇത്ര മരങ്ങളുള്ളപ്പോ എന്താ ഇങ്ങനെ അല്ലേ? ഡോണ്ട് നോ അബൌട്ട് ദിസ് ഹെയർ ഓയിൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഓൾറെഡി മറ്റേ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ അവിടെ പോയി കണ്ടാൽ മതി. എനിക്ക് ഇവിടെ സ്വയം വേണം. ഓക്കെ, നല്ല ലഞ്ചിട്ട് ഗൈസ് നമുക്ക് വേഗം കുളിക്കാം. ഞാൻ ഈ ഓയിൽ കൂടുതലും വെക്കാനൊന്നും പോണില്ല. ഞാൻ ഇപ്പൊ തന്നെ കുളിക്കാൻ പോവാണ്. കാരണം നല്ല അടിപൊളി ലഞ്ച് ഉണ്ട്. യെസ് ചോറുണ്ടാവും, നല്ല കറി, ചേച്ചിയെ കൊത്തിപ്പിക്കും. ഇവിടെ ഞാനൊരു കോമ്പ് എനിക്ക് വച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വുഡണ്ട്. എനിക്ക് എൻ്റെ മറ്റേതാ ഇഷ്ടം, വലിയ പല്ലുള്ളത്. അത് ഞാൻ മമ്മിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് പേടിക്കണില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ആഫ്റ്റർ ഓൾ ഇതും ഇച്ചിരി വലിയ പല്ലാണ്. എന്നാ പോലും ഗ്യാപ്പില്ല. ചൂടെടുക്കണു കൈ. ഇവിടെ എല്ലായിടത്തും നോഴക്കണം ഇങ്ങനെ. ഞാൻ കഴിച്ചു ഫ്രഷ് ആവട്ടെ കേട്ടാ. ഓക്കെ ഗൈസ്, ഞാൻ കുളിച്ചു കൂട്ടാ. ആൻഡ് ഐ ഗെറ്റ് യു ഗൈസ്, എനിക്ക് മനസ്സിലാവട്ടെ നിങ്ങളുടെ വിഷമം. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവണം. നിങ്ങൾ പറയണത് എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ തോന്നണില്ല. ഇറ്റ് ഫീൽ സോ സ്റ്റിക്കി, സോ ഹെവി, സോ ഡൾ, സോ ഓയിലി, ഗ്രീസി. എനിക്ക് സ്വയം ഗൈസ് എനിക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ തോന്നുന്നില്ല. എന്തൊരു ഹ്യൂമിഡിറ്റി, എന്തൊരു ചൂടാണ് ബ്രോ. ഞാൻ കുളിച്ചു വിട്ട. ഞാൻ കുറേ നെറുകാൻ തലയിൽ തന്നെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. തലവേദനയ്ക്ക് ഇച്ചിരി ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. Now I feel so better. ഒന്നും അപ്ലൈ ചെയ്യാൻ പോലുള്ള ഗൈസ്. വൈകുന്നേരം അമ്പലത്തിൽ പോകില്ലേ, അപ്പം റെഡി ആകുമ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ. അതർവൈസ് ഐ എം ജസ്റ്റ് സ്കിപ്പിങ്. എനിക്ക് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തലവേദന എടുക്കണം. സോ ഈ നേരത്ത് ഐ വോണ്ട് സ്കിൻ ഫ്രീഡം. നമുക്ക് ഫുഡ് കഴിക്കാൻ അവിടെ ഫുഡൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ വാരിക്കണതും കേൾക്കാൻ കഴിക്കാൻ മാത്രം മോള് സമയത്തിന് എത്തിയാൽ മതി. ലെറ്റ്സ് ഗോ. ലൈറ്റ് വന്നാ എനിക്കറിയായിരുന്ന മമ്മി എന്താ പറയാ സമയം എടുക്കൂന്ന്. ബാ എന്നെ വിളിക്കണ്ടെന്നാ. ബാ വാ വാ ബാ. എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്താ വിശക്കായിരുന്നു തിരഞ്ഞെടുത്ത്. കുറച്ചിരിക്കോട്ടെ എന്നൊക്കെ വെച്ചാണ്. എന്താപ്പാ എന്നെ കോൾ ചെയ്താ പോയായിരുന്നു. എനിക്ക് കേക്കോ അവിടെ. സൈനിപ്പ് എന്താ കോൾ ചെയ്യണം? ഓ മൈ ഗോഡ്, നമുക്ക് ചോറ് വേണം. ഈ കറ്റെടുത്ത് മാങ്ങയൊക്കെ കഴിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ വി ഹാവ് കുത്തിരി ചോർ ആൻഡ് ദെൻ വി ഹാവ് അച്ചാർ, മാങ്ങ അച്ചാർ, then we have തൈര്. നിങ്ങൾ എന്ത് വിചാരിച്ചു ഈ പിണ്ണാക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് കഴിക്കാൻ? നോ, വെയിറ്റ് ഫോർ ദ മെയിൻ ഐറ്റം. ഇവിടെ നമുക്കുണ്ട് കടച്ചക്ക കറി, കടച്ചക്ക തീയൽ ഗൈസ്. കൊതിച്ചോ, ലോട്ട്സ് ഓഫ് തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട്. ലെറ്റ്സ് സർവ്. ഒന്ന് മാറി വെച്ചു നീ. ഓക്കെ, നമുക്ക് അവിടെ ഉണ്ട്
കലം നിറച്ചു. ഇത് ഫുൾ എനിക്കാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ കടച്ചക്ക? ഏത് വെറൈറ്റി കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? കടച്ചക്കിൽ സാമ്പാറാണോ, കടച്ചക്ക ഇതുപോലെ തീയലാണോ, പുഴുക്കുണ്ടാക്കൂ? ഇല്ല, ചേച്ചി കൊതിച്ചു. तो क्या है, उसमें कोई प्रॉब्लम नहीं है. हाँ, ചാണകം വെക്ക. അവിടെ എന്തോരം മണത്തിട്ട് എനിക്കിപ്പോ ഒന്നും തോന്നണില്ല. അവിടെ അതേ ഉള്ളൂ. എല്ലാരും കഴിച്ചു. ഓ ഗുഡ്. ഇനി നമുക്കൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം. ഓക്കെ, ഇച്ചിരി തൈര്, ഇച്ചിരി അച്ചാർ, യമ്മി കറി ഇട്ടാ മമ്മി. നല്ല ക്വാളിറ്റി കടച്ചക്ക. अच्छा ऐसा है, ठंडा देता है ये बॉडी को. ओ കടച്ചക്ക ബോഡി കൂളിംഗ് ആണ് ഗൈസ്. തൈര് വേണോപ്പാ? അച്ചാറെടുത്തോ. क्या कॉम्बिनेशन है. മുഴുവൻ നോക്കട്ടെ. നമ്മളുടെ ഗൈസിന്റെ മുമ്പിൽ രക്ഷപ്പെട്ടു. പുഴുണ്ടാവാറുണ്ട് ചില ഞങ്ങക്ക് ഈ സൈഡിൽ കളയട്ടെ. മമ്മി സാധാരണ ഗൈസ് ഈ വലിയ പീസ് തടാറില്ല. മോൾ ഇത്ര ദിവസം കഴിഞ്ഞ് വന്നോണ്ട് പിന്നെ ഇന്നും കൂടെ കിട്ടും. നാളെ വരെ നമുക്ക് വേറെ, നാളെ വരെ നമുക്ക് ആദ്യത്തെ പുഴു ഉണ്ടാ. പുഴു എങ്ങനെ അറിയും? നടക്കണുണ്ടോ? വാക്കിംഗ്, റാമ്പ് വാക്ക് ഒക്കെ ഉണ്ട്. വേണ്ട തിന്നണ്ട, നോക്കട്ടെ അതിന്റെ ഉള്ളിലുണ്ടോ നോക്കണം. ആ പുഴു കഴിച്ചാൽ നമ്മൾ വെജിറ്റേറിയൻ അല്ല. പിന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെ കഴിക്കും? കൺ കിട്ടിപ്പോയി, കൺ കിട്ടിപ്പോയി. അയ്യോ വേണ്ട വേണ്ട വേണ്ട. നൈ മമ്മി ചുണ്ട് ചുണ്ട് തിന്നോ തിന്നോ. അടി. ഇത് ചിഞ്ചാന്റെ ബാക്കിയാണ് ഈ സാധനം. ഇതിനകത്ത് പുഴു കാണാനില്ല. മറ്റേടത്താണ് പുഴു. ഞാൻ കഴിക്കില്ല, ഞാൻ അഖണ്ഡ് വെജിറ്റേറിയൻ ആണ്. അല്ല പിന്നെ കട്ടോണ്ട് വന്ന മാങ്ങയായിരുന്നു. അയ്യോ സോറി സോറി, ഇടിച്ചാ നമുക്ക് ഈ കട്ടോണ്ട് വന്ന മാങ്ങ മതി. അതിനൊരു പ്രത്യേക സ്വാദല്ലേ. കണ്ടാ പുളിണ്ടാ? എല്ലാരും കഴിച്ചു. ബെമ്പ് പുളി സ്വാദുണ്ട്. ഇതാണ് തൊലിപ്പാടെ വേണ്ടാത്തടത്തൊന്നും വെറുതെ സോഡിയം കൂട്ടല്ല കേട്ടോ മമ്മി. മമ്മിക്ക് എന്റെ സോഡിയം ലെക്ചർ കേൾക്കണ്ട. അതായത് മമ്മി ഓടിക്കളഞ്ഞു. ഉള്ളിട്ടുണ്ട് ഉള്ളിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ മാങ്ങയൊക്കെ കിട്ടി തുടങ്ങിയ? ചില കൈസന്മാരുടെ വീട്ടില് മൽബറിയുടെ മരം ഉണ്ടെന്ന് പറ. എന്തോരം ഉള്ളത് ഞാനത്. മൽബറി ഇല്ലേ, പൂച്ചപ്പഴം. അതെയാ, ഒരു കഷ്ണം തന്നാ നമുക്ക്. പപ്പകോളക്ക് പപ്പ നേരത്തെ തിന്നു. ഇവിടെ മാങ്ങ മേടിക്കുമ്പോ മമ്മിയും പപ്പയും തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. എന്തിനാ അതിൽ വീണ? ഉള്ളിത്തുണ്ട്. നല്ലാരും കഴിച്ചു. വലിയ പീസ്. അയ്യോ പറ്റായിരുന്നാ? സോറി. അമ്മ കൊടുത്തു പോയി. Later that same evening. Okay guys, I am back from Ambalam and this is our protein rich shopping. ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാ മേടിച്ചത്. Oh my god, ഒരു പല്ലി ഓടണം ഞാൻ കണ്ടു. We have yogurt, 18 gram protein, 8 gram protein, വേറെ വേറെ വേറെ
വേറെ 6 ദിവസത്തെ കോട്ട. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് പ്രോട്ടീൻ കിട്ടിയില്ലല്ലോ ഗൈസ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ 18 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഡിന്നറിന്റെ ഒപ്പം കഴിക്കൂലോ. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാട്ടെ എന്തെന്നാന്ന്. ഇതെനിക്ക് മമ്മി കൂടുതൽ മേടിക്കാൻ തന്നില്ല ഗൈസ്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട് സോയാ ചങ്ക്സ്. അപ്പൊ ഞാൻ 2 സൈസിനെ മേടിയിട്ട് ഈ ഒരു ചെറുതും ഈ ഒരു വലിയതും കേട്ടോ. നമുക്ക് തീരുമ്പോ പിന്നെ വീണ്ടും മേടിക്കാൻ അതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വി ഹാവ് കടല, കടലപ്പൊടി, ബേസൻ, ഗ്രീൻ മൂംഗ് ദാൽ, ഗ്രീൻ ഗ്രാം 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. മഷ്റൂംസ്, അതിനിവിടെ നല്ല വലിയ മഷ്റൂം എനിക്ക് കിട്ടിയിട്ടോ ഫോർ ലോട്ട്സ് ഓഫ് ഫൈബർ. വി ഹാവ് ഈ ഒരു പനീർ കേട്ടോ. ഈ ഒരു പനീർ ട്രൈ ചെയ്യാനായിട്ടാ നന്ദിനി. നമുക്ക് നോക്കാം. ഇതിനകത്ത് ആക്ച്വലി 344 കാലറീസ് ആണ് പെർ 100 ഗ്രാം. അതിനകത്ത് നമുക്ക് കിട്ടും എത്ര കിട്ടും നമുക്ക് നല്ല പ്രോട്ടീൻ ഉണ്ടെന്ന്. 22 ഗ്രാം ഓഫ് പ്രോട്ടീൻ. സി സോ ഗുഡ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതായിരുന്നു. പിന്നെ ഞാനൊരു ടിഷ്യൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടിഷ്യൂ ഉണ്ടായിരുന്നില്ല. സോ ഇതായിരുന്നു നമ്മുടെ പ്രോട്ടീൻ റിച്ച് ഷോപ്പിംഗ്. ഇതാ അതില്ല, ഇച്ചിരി പുളി വേണം. കച്ചുമ്പ ശരിയാവൂല. നിങ്ങളെന്താ ഇവിടെയും വെയിറ്റ് അല്ല ഞാൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സൗണ്ട് ഞാൻ മിസ് ചെയ്തു ഗൈസ്. നമ്മുടെ അവിടുത്തെ ഫ്രിഡ്ജിന് ഈ സൗണ്ട് ഇല്ല. മമ്മി കേൾക്കണ്ട, മമ്മിക്ക് ഡെമ്പ് വരും. ബാക്കിയൊക്കെ നമ്മുടെ ഡ്രൈ ഐറ്റംസ് ആട്ടോ. അത് നമുക്ക് പുറത്തന്നെ. ഉരുൾ ടൈം. മമ്മി ഇതെടുത്തില്ല, അച്ചാറൊന്നും എടുത്തില്ലേ? ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. മമ്മി സ്പൂണൊന്നും എടുത്തിട്ടില്ലേ? ഇതിന്ന് വാങ്ങിയത്. ഇത് കറി ഇങ്ങനെ തന്നെ വെക്കും നാളത്തേക്ക്. എവിടെ ഇരിക്കണോ? ഇല്ല, തീരും ഇപ്പൊ തന്നെ എല്ലാം. എന്നാ അമ്മ ചട്ടിയിൽ ഇട്ടങ്ങോട്ട് വരട്ട്. അതല്ലേ ആകെ ഇതുള്ളൂ ചോറ്. ഇത് വരട്ടണോ? ആ, അതല്ലേ നല്ലത്. നല്ല ചട്ടിച്ചോറ് കിട്ടൂലേ? ഗൈസിന് കൊടുത്തോട്ടാ. പക്ഷെ അവർക്ക് എന്നാലും ഇത് കണ്ടാൽ അതും വേണം. ഓണപ്പറ്റി അടിപൊളിയാണ്. പിന്നെന്താ തൈര് പറ്റാപ്പ കരിവേപ്പില അന്ന് പാടണം, ഒന്ന് പാടാക്കി. ആ വേണ്ട മിക്കട്ടാ. വെരി ഗുഡ്. അങ്ങനെ സാധില്ലേ? ഞാൻ വിചാരിച്ച് രണ്ടുപേരും പുരോഗമനം കൊണ്ട് എരിവും പുളിയും എണ്ണയൊന്നും ഇല്ല, അതുകൊണ്ട് ഹെൽത്തി അവിടെ ഇപ്പൊ ടേസ്റ്റ് ആണ്. ഞാൻ വിചാരിച്ച് ഇനി ഹെൽത്തി ആണ് ഞങ്ങള്. ആ വന്നുണ്ട്. അങ്ങോട്ട് പോയാ ഫോക്കസ് ആവണ്ട. എന്നാ മമ്മേ തന്നെ ഫോക്കസ് ചെയ്യുന്നു. മതിയില്ലേ അമ്മക്ക്? മതി മതി ബാസ്. ഇതെനിക്ക് വേണം ഇനി ഒരു ഇടം കൂടി. പിന്നെ അപ്പൊ എനിക്ക് എന്തിരിക്കണം? മമ്മി അല്ലേ പറഞ്ഞ മമ്മിക്ക് വേണ്ട കുറച്ച് വേണം. എന്നാ അത് കഴിച്ചോ. കറി ബെങ്കൻ മഴതനങ്ങ എല്ലാരും കഴിച്ചോ? ക്യാമറ കൊടുത്തോ. ബോൺ അപ്പറ്റീറ്റ്. എന്ത് വട്ടോ ബെങ്കൻ വിത്ത് റോട്ടി പറാഠ.
നല്ല കറിയാണല്ലോ. ആ നമ്മുടെ നിങ്ങൾ എല്ലാം അറിഞ്ഞ ഗൈസ്, ഈ വഴുതരങ്ങ നമ്മളിപ്പോ കഴിച്ചില്ലേ ബംഗാൾ, അത് നമ്മുടെ വീട്ടിലുണ്ടായ കൃഷി. അത് ഞങ്ങൾക്ക് കാണിച്ചായിട്ട് ഇപ്പൊ അവൻ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കേത്തി ഫുൾ കാണിച്ചു തരാം. ഓക്കെ, എന്തൊക്കെയാണ് വളർത്തി വെച്ചേക്കണെന്നുള്ളത്. ഇത് എവിടെ? മോളിലാ, ഇവിടെ ടെറസിലാ? ഗൈസ്, വി ആർ അവേ ഫ്രം എ ബിഗ് സീക്രട്ട്. ഇത് നമ്മളെ ബംഗാളാണോ ഗൈസ്? എന്നാ ഒന്നും കൂടെ നല്ലോണം തിന്നു നിങ്ങൾ. നോ പെസ്റ്റിസൈഡ്. പറഞ്ഞപ്പോ സ്വാദ് കൂടി. വാവ്. പിന്നെ കുറെ വെജിറ്റബിൾസ് ഞാൻ അതിനകത്ത് കണ്ടുകൂടാ. നിങ്ങൾക്ക് എല്ലാം കാണിച്ചിട്ടാ. ഞാൻ ആദ്യം കഴിക്കട്ടെ. മമ്മിയെ ഫോക്കസ് ചെയ്ത് എന്തിനാ ഇങ്ങനെ എപ്പോഴും? ഇതെന്താ ഏത് ഫോണിലായാലും മമ്മിയെ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ ഒന്നുമില്ല. ഓക്കെ ഗൈസ്, ഫോർ ദ ഫസ്റ്റ് ടൈം ആട്ടെ മമ്മിയും പപ്പയും പ്രോട്ടീൻ ബാർ ചെയ്യാൻ പോണത്. പ്രോട്ടീൻ ബാർ. അപ്പൊ ഇത് കുക്കീസ് ആൻഡ് ക്രീം ആണ് കേട്ടോ വേരിയന്റ്. ഒരു പീസ് മമ്മിക്ക്, ഒരു പീസ് പപ്പയ്ക്ക്, 2 പീസ് എനിക്ക്. ഇഷ്ടമായ? ഒരു പീസ് എനിക്ക്. ഒരു പീസ് പപ്പയ്ക്ക്, 2 എനിക്ക്. 4 ഉണ്ടോ? അങ്ങനെ ആക്കും. പിടിച്ചിട്ടില്ല. അങ്ങനെ ആക്കും. 1 2 3. ഇതെന്താണ് ഈ കാട്ടുന്നത്? 2 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെക്കട്ടെ പറഞ്ഞപ്പോഴേക്കും പിണങ്ങി. പിന്നെ പിണങ്ങി കുറച്ച് മതി. കൂടുതലാണ് ഗൈസിനെ ഇവിടെ വേഗം കൊടുത്തോ. ഗൈസിനിട്ടാ വന്നു. അവർക്കറിയാം എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. വന്നു എടുത്തോ കഴിച്ച. ഫോർ ദ ഫസ്റ്റ് ടൈം ആട്ടാ മമ്മി ഇത് ഇവിടെ പ്രോട്ടീൻ ബാർ ചെയ്തേക്കണേ. നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പൊ ക്യാമറ ഓൺ അല്ലായിരുന്നു. പൊട്ടിച്ചു പോയിട്ടോക്കളെ. ക്യാമറ ഓഫ് ആയി പോയി ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായ? മധുരം കുറവാണ്. പിന്നെ എന്ത് വേണം? കുറെ പഞ്ചാര ഇട്ടത് വേണം, എന്നിട്ട് പ്രോട്ടീനും വേണം. അങ്ങനെയാണ് ഞങ്ങള്. അത്രയ്ക്ക് പിടിച്ചിട്ടൊന്നുമില്ല. പപ്പയ്ക്ക് കൊടുത്തു. വേറെ നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. പപ്പ നല്ലതാണെന്ന് പറയും. പപ്പ പറയും നല്ലതാണ്. പപ്പ റിയൽ റിവ്യൂ തരില്ല. प्रोटीन बार बनी है, खा लो थोड़ा सा ही. മധുരം കുറവാ, പക്ഷെ പ്രോട്ടീൻ ഉണ്ട് കേട്ടാ. കഴിച്ചോ. നല്ലതാണോ? വേണോ കഴിച്ചോടി? മതിയാ? അപ്പൊ കേട്ടായി. ഇവിടെ ഒരാൾക്ക് 4 കിലോ പഞ്ചാര കൂടെ കഴിച്ചില്ല. ഇടിയാണോ? മതി. പിണങ്ങിയാ പറയാൻ പാടില്ല ഒന്നും. ഇങ്ങനെ പഞ്ചാര മുഴുവൻ തിന്നവണാലും പറയാനും പാടില്ല. പകുതി ഇഷ്ടായില്ലേ? നല്ലതാണ്. മധുരം കുറവുണ്ടാകും. അതെനിക്ക് തോന്നണേ മമ്മിക്ക് ക്രീം കിട്ടിയില്ലാന്ന് മാത്രം. ക്രീം കിട്ടാൻ ഈ കവറിൽ മുഴുവൻ ക്രീം ഉണ്ട്. മുഴുവനും എടുത്തോട്ടെ. എനിക്ക് പിന്നാക്ക് കിട്ടോ. അതെ, ഇപ്പുറത്തുള്ളത് മുഴുവൻ എടുത്തു. ഈ ക്രീം ഭാഗം എടുത്തു. അത് കഷ്ണമൊക്കെ പകുതിയാക്കി നടിക്കുന്നു. അങ്ങനെയല്ല ഇങ്ങനെ പഠിച്ചൊക്കെ എടുത്ത് അതൊക്കെ അറിയാം. എങ്ങനെ മോക്ക് പിണ്ടാക്ക് കൊടുത്ത് ബാക്കി ക്രീം എടുക്കണം എന്നൊക്കെ അറിയാം. ഇച്ചിരി ക്രീം ഉണ്ട്. ഇപ്പൊ നല്ലോണം അപ്പുറം ഇപ്പുറമൊക്കെ ക്രീം ഉണ്ട്. കണ്ടതേ ഇനി തിന്ന്. ഇനി മധുരം ഉണ്ടോ ഇല്ലോ എന്നൊന്ന് നോക്കി. ഇപ്പോഴും കുറവാണോ? ഇപ്പൊ ഉണ്ടാ ക്രീം ഭാഗം കിട്ടി. എന്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഒരു പ്രോട്ടീൻ ഞാൻ കുറച്ച് കയറ്റണമെങ്കിൽ പ്രോട്ടീൻ കിട്ടി. മതിയാ? ദേ ഗൈസ്, നമ്മുടെ വീട്ടിലേക്ക് എത്തി കാണിച്ചു തരാം. ദേ കണ്ട, ഇത് വെറും ട്രെയിലർ തന്നെ അല്ലേ മമ്മി? ഞാൻ ഗൈസിനോട് അതൊക്കെ പറഞ്ഞു. നാളെ ചെല്ലുമ്പോ എന്തെങ്കിലും ഉണ്ടാ കാണിക്കാൻ? ആണോ? അച്ഛാ ഓക്കെ ഗൈസ്, ഇത് ഫുൾ ഫിലിമാണ് കേട്ടോ. പക്ഷെ എന്നാ പോലും ഇല്ലേ, ഓഫ് കോഴ്സ് ഇതൊക്കെ എന്നും ഉണ്ടാവുമേ. എന്നാലെന്താ, യു ഗൈസ് ആർ സോ ലക്കി. നോക്ക്, നല്ല നാടൻ തക്കാളി.
ഇത് നോക്ക് ഗൈസ്, നമ്മൾ അവിടെ പൈസ കൊടുത്ത് മേടിക്കണത്, അതും കെമിക്കൽ നിറഞ്ഞിട്ടുള്ളത്. ഇവിടെ നല്ല ഫ്രഷ് കിട്ടണുണ്ടാ. ഇത് ഫ്രഷ് ആശുപത്രിക്ക് കടിച്ചു തിന്നാൻ തോന്നൂല നിങ്ങൾക്ക്. ഓ ഗോഡ്, സീ ഗൈസ്, ലോട്ട്സ് ഓഫ് പച്ചമുളക് ഇൻസൈഡ് ദിസ്. കണ്ടാ നല്ല മണം. കണ്ടാ ഗൈസ്, എല്ലാരും തു എന്നൊക്കെ പറഞ്ഞോട്ടാ, നസർനാ ലഗേ എന്നൊക്കെ പറഞ്ഞോട്ടാ. നമുക്ക് എപ്പോഴും ഇതുപോലെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ടാവണ്ടേ. കണ്ട 2 തരം വഴുതനങ്ങ. പപ്പ അക്ക ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ വഴുതനങ്ങ നട്ടല്ലേ. എന്നാ പോലും അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ, നമ്മൾ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ തൊടാൻ തന്നെ. കെമിക്കൽ അല്ലാത്തത് കടിച്ച് തിന്നാൻ തോന്നണേ ഇപ്പൊ തന്നെ. എന്തെന്നാ എനിക്ക് വെജിറ്റബിൾസ് കാണുമ്പോ തന്നെ ഒരു പ്രാന്തം. ഞാനൊരു വെജീസ് പഗലു